ബെനഡിക്ട് 16 മാർപ്പാപ്പ രാജിവെച്ചു. ആധുനിക ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത സംഭവം. 6 നൂറ്റാണ്ടിനിടയിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്യുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ മരണം വരെ ആ സ്ഥാനത്ത് തുടരുകയാണ് പതിവ്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾക്കിടയിലുണ്ടായ രാഷ്ട്രീയ വടംവലികൾക്കിടയിൽ ആത്മീയ പിതാക്കൾ സ്ഥാനത്യാഗം ചെയ്തിട്ടുണ്ട്. ഇന്ന് കത്തോലിക്ക സഭയിൽ അത്തരം വടംവലികളൊന്നുമില്ല. പോപ്പിന്റെ ആസ്ഥാനം തന്നെ ഒരു സ്വതന്ത്ര രാജ്യമാണ്. പിന്നെ എന്തിനാണ് പോപ്പ് രാജിവെച്ചത്? 8 വർഷം ലോകത്തെ ഏറ്റവും വലിയ മതസമൂഹത്തിന്റെ നായകത്വം വഹിച്ച പോപ്പ് ബെനഡിക്ട് 16 പൊടുന്നനെയാണ് തന്റെ രാജി പ്രഖ്യാപിച്ചത്. ലോകമെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസികൾ അമ്പരപ്പോടെയാണ് ആ പ്രഖ്യാപനത്തെ കേട്ടത്. മഹാ ഇടയനെന്ന പദവി വഹിക്കാനുള്ള ശാരീരികവും മാനസികവുമായ പ്രാപ്തിയില്ലാത്തതിനാൽ സ്ഥാനമൊഴിയുന്നുവെന്നാണ് ജർമ്മൻകാരനായ പാപ്പ പ്രഖ്യാപിച്ചത്. ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമാണ് പാപ്പ. വൈകാരികമായി സാഹചര്യങ്ങളോട് പ്രതികരിക്കാത്തയാൾ. മറ്റു സമൂഹങ്ങളോട് ഇടപഴകുന്ന കാര്യത്തിൽ മുൻ മാർപ്പാപ്പ ജോൺ പോളിനോളം വൈദഗ്ധ്യം കാണിച്ചിട്ടില്ലെങ്കിലും തുറന്ന സമീപനം കൊണ്ടും അക്കാദമികമായ മികവുകൊണ്ടും ഏവരുടെയും ബഹുമാനം പിടിച്ചുപറ്റിയാണ്. വിവാദമായ തന്റെ ഇസ്ലാം വിരുദ്ധ പ്രസ്താവനയെ അക്കാദമികമായി കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം മതനേതാക്കളെ വത്തിക്കാനിലേക്ക് ക്ഷണിച്ച് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചയാൾ. കത്തോലിക്ക സഭയുടെ ശക്തി കേന്ദ്രമായ യൂറോപ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗം ലോക രാഷ്ട്രീയത്തെ തന്നെ അമ്പരപ്പിച്ചു. 2 കാരണങ്ങൾ സ്ഥാനത്യാഗത്തിന് പിന്നിലുള്ളതായി ഇറ്റാലിയൻ സ്പാനിഷ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി. ആദ്യത്തേത് സഭയിലെ പുരോഹിതന്മാരുടെ ധാർമ്മിക അപചയം. ഇത് മുൻകാലത്തേക്കാൾ രൂക്ഷമായി തുടരുകയാണ്. അമേരിക്കയിൽ കത്തോലിക്ക പുരോഹിതർ ലൈംഗികമായി ചൂഷണം ചെയ്തവർ തുറന്നു പറച്ചിലുകളിലൂടെ സഭയെ പ്രതിസന്ധിയിലാക്കുന്നു. റോജർ മഹോണിയെ പോലുള്ള കർദിനാളുമാർ നടത്തിയ ലൈംഗിക ചൂഷണ കേസുകൾ സഭ ഒത്തുതീർപ്പാക്കിയത് $366 മില്യൺ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടാണ്. പുരുഷവേശികൾ പുരോഹിതന്മാർക്കെതിരെ ബ്ലാക്ക് മെയിലിംഗുമായി രംഗത്തെത്തുന്നത് അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും സഭയെ പ്രതിസന്ധിയിലാക്കുന്നു. മറ്റൊന്ന് സഭയ്ക്കുള്ളിലെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകളാണ്. ഇത് സംബന്ധിച്ച പരാതികൾ കൊണ്ട് കത്തോലിക്ക സഭ വീർപ്പുമുട്ടുന്നു. വത്തിലീക്സ് എന്ന പേരിൽ ഒരു ഇറ്റാലിയൻ TV പുറത്തുവിട്ട രേഖകളാണ് ഇക്കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ജിയാൻ ലൂജി ന്യൂസി എന്നു പേരുള്ള ഒരു ഇറ്റാലിയൻ പത്രപ്രവർത്തകനാണ് ഈ രേഖകൾ പുറത്തുവിട്ടത്. കാർലോ മരിയ വിഗാനോ എന്ന വത്തിക്കാനിലെ ഉയർന്ന തസ്തികയിലുള്ള പുരോഹിതൻ പോപ്പിനയച്ച കത്തുകളാണ് ആദ്യം പുറത്തായത്. കർദിനാൾമാർക്കിടയിലെ അധികാര വടംവലികളും അഴിമതിയും ലൈംഗിക ചൂഷണ കഥകളുമൊക്കെയായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇത് സംബന്ധിച്ച് വത്തിക്കാൻ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടും പുറത്തു വന്നതോടെ സഭ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായി. രേഖകൾ ചോർന്നതിന്റെ പേരിൽ പോപ്പിന്റെ പാചകക്കാരനായിരുന്ന പൗലോ ഗബ്രിയേലിനെ വത്തിക്കാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലത്ത് ഇത്രയും സംഘർഷഭരിതമായ ഒരു കാലഘട്ടം കടന്നുപോയിട്ടില്ല. ഈ ആഭ്യന്തര പ്രതിസന്ധി മറികടക്കാൻ അശക്തനായതുകൊണ്ടാണ് പോപ്പിന്റെ സ്ഥാനത്യാഗമെന്നാണ് ഇറ്റാലിയൻ മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടത്ര സമയമുണ്ട്. അടുത്ത പോപ്പ് ആരായിരിക്കുമെന്നത് സംബന്ധിച്ചും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും അധികം കത്തോലിക്ക ജനസംഖ്യയുള്ളത് ലാറ്റിൻ അമേരിക്കയിലാണ്. പക്ഷേ പോപ്പായി തെരഞ്ഞെടുക്കപ്പെടാറുള്ളത് യൂറോപ്യന്മാർ മാത്രമാണ്. ഇക്കുറി സാവോപോളോ രൂപത ആർച്ച് ബിഷപ്പ് ഓഡിലോ ഷ്രേർ, വത്തിക്കാനിലെ നയതന്ത്ര ചുമതലയുള്ള അർജന്റീനക്കാരനായ കർദിനാൾ ലിയനാർഡോ സാൻഡ്രി എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഓഡിലോ ഷ്രേർ പക്ഷേ ജന്മം കൊണ്ട് യൂറോപ്യനാണ്. 150ഓളം വരുന്ന കർദിനാൾമാരുടെ 2/3 ഭൂരിപക്ഷം ലഭിച്ചാലേ പോപ്പായി തെരഞ്ഞെടുക്കപ്പെടൂ. എന്തായാലും സിസ്റ്റൈൻ ചാപ്പലിന്റെ പുകക്കുഴലിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് കാത്തിരിക്കുകയാണ് കത്തോലിക്ക വിശ്വാസികളോടൊപ്പം ലോക സമൂഹവും. വേൾഡ് വിത്തസിൽ ഒരു ഇടവേള. സ്റ്റേ ട്യൂൺഡ്.
പാതിമയങ്ങിക്കിടന്നൊരു നാടിന് ചേതന തന്നു പ്രവാസം ഉള്ളിൽ മോഹങ്ങളെ പ്രവാസം നിത്യവിരഹത്തിൻ നീർത്തുള്ളിയിൽ പ്രേമം സ്വപ്നങ്ങൾ നൽകി പ്രവാസം പ്രേമ സ്വപ്നങ്ങൾ നൽകി പ്രവാസം ദേശാടനം Tambas Deshadanam, brought to you by Tambas. Reach where you wish. Tambas LED flashlight. Development surpassed by controversies. Consensus, not controversy. Present ground reality. And signboard for future Kerala Summit. പതിവ് ചാനൽ ചർച്ചകളിലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളില്ല, നിറം പിടിപ്പിച്ച നുണകളില്ല, വ്യക്തിഹത്യകളില്ല. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയൊരു സംവാദ രീതിക്ക് തുടക്കം കുറിക്കുകയാണ് കേരള സമ്മിറ്റ്. ശനി രാത്രി 10 മണിക്ക്. പ്രവാസത്തിന്റെ നേരും നന്മയും, പ്രവാസികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും, ഗൾഫ് ലോകത്തെ വിശേഷങ്ങളുമായി മീഡിയ വണ്ണിൽ എല്ലാ ദിവസവും രാത്രി 11-ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ്. Gulf News brought to you by Skyline Builders. Skyline, the address says it all. In association with Mr. Lights. Mr. Lights Mars Rover. തുർക്കി പ്രധാനമന്ത്രി ത്വയ്യിബ് എർദുഗാന്റെ സയനിസ്റ്റ് വിമർശം പടിഞ്ഞാറ് വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. സയണിസം, സെമിറ്റിക് വിരുദ്ധത, ഫാസിസം തുടങ്ങിയവ പോലെ തന്നെ മനുഷ്യത്വ വിരുദ്ധമാണ് ഇസ്ലാമോഫോബിയ എന്നാണ് എർദുഗാൻ പറഞ്ഞത്. തുർക്കി പ്രധാനമന്ത്രിയെ ഇസ്രായേൽ ശക്തമായി വിമർശിച്ചു. തുർക്കി സന്ദർശിക്കുന്ന അമേരിക്കയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി എർദുഗാന്റെ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞു. ഫലസ്തീനിലേക്ക് ദുരിതാശ്വാസവുമായി പോയ തങ്ങളുടെ 9 പൗരന്മാരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ നടപടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുർക്കി വിദേശകാര്യമന്ത്രി അഹമ്മദ് ദാവൂദ് ഒഗുലു ഇതിന് മറുപടി പറഞ്ഞു. കോട്ട് ഓഫ് ദി വീക്ക്. Her zaman bizim Yahudi milletiyle ilgili, Yahudilerle ilgili sorunlarla yakından ilgilendiğimizi, her zaman kucak açtığımızı, her zaman antisemitizme karşı çıktığımızı bütün tarih şahittir. Bugün de biz antisemitizme en gür sesle karşı çıkan ülkelerin başında geliyoruz. Her tür ırkçılığa karşı çıkan ülkelerin başında geliyoruz. Ve bu tutumumuzu da sürdüreceğiz. Hiçbir açıklama bir insanın kanından daha yüksek bir bedel taşımaz. Burada Ankara'dasınız ve ben size şu soruyu soruyorum. Lütfen bu soruyu da aynen Tel Aviv'de sorun. Bu 9 masum insanın suçu neydi? അമേരിക്കയിൽ തോക്ക് നിയന്ത്രണം ചൂടുള്ള ചർച്ചാവിഷയമായിട്ട് നാളേറെയായി. ഇക്കാര്യത്തിൽ ശക്തമായ നിയമം കൊണ്ടുവരുമെന്ന് പറയുന്ന പ്രസിഡന്റ് ഒബാമയ്ക്ക് ഇതുവരെ ഒന്നും ചെയ്യാനായിട്ടില്ല. ആയുധ ലോബിയായ നാഷണൽ റൈഫിൾ അസോസിയേഷനാണ് തടസ്സങ്ങൾ ഉയർത്തുന്നത്. തോക്ക് കൈവശം വയ്ക്കുന്നത് നിയന്ത്രിക്കാനുള്ള ശ്രമം ഭരണഘടനാ ലംഘനമാണെന്ന് അവർ വാദിക്കുന്നു. നിരപരാധികൾ വെടിയേറ്റ് മരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും കൃത്യമായ നിലപാടെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ കഴിയുന്നില്ല. ഈ നിലപാടില്ലായ്മയെ വിമർശിക്കുകയാണ് റാപ്പ് സംഗീതത്തിന്റെ മാതൃകയിൽ വാർത്തകൾ നൽകുന്ന റാപ്പ് ന്യൂസ് സംഘത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോ. ഈ ആഴ്ചയിലെ ഗ്ലോബൽ ബീറ്റ് ആസ്വദിക്കൂ. വീണ്ടും കാണാം. ബൈ.
Rap news is back. Welcome to the show today. I'm proud to say we've just had a studio upgrade. By demand, this episode is devoted to the heightened debate which has bitterly divided the United States. In the wake of a slew of horrific mass shootings from the Aurora Theatre to Sandy Hook School, and while some want government to stop the bloodshed, others want arms to prevent government coming for them. Is there an answer to this impasse? We consult expert guests from opposing factions. On your left, Terrence Moonseed, back as a representative of the Black Pandas. Ban them? You kidding? The Second Amendment is a sacred law. But on guns aren't evil. People are. Statistics suggest that gun crimes and massacres only happen where people don't have access to semi-automatic weapons. And we were given this precious right to bear arms, not for hunting bears, but to protect us. You know who from? Let's hear from General Baxter. It's the first time we've had you both in the studio together. Bob, frankly, I'm shocked by what's happening. This loss of valiant American lives is a tragedy. 11,000 gun murders a year? Can it be? Truly, we need to stop this insanity. What do you suggest? Disarm the citizenry. Leave guns to the criminals, like us in the military. Prohibition is the key. We need a war on guns. It'll work great, like our war on drugs. Want my gun? You can pry it from my cold dead hands. Fine. Well, I guess that sums it up and brings us straight to the end of our report on guns in the divided states of America. Certainly it's not our place to pass judgment, but let us end with a question and a last comment. If your passion for the Second Amendment were matched by that for the First, and an independent, honest media and a free internet...